വന്ദനം അറിയിക്കുന്നു. ഒരു പ്രാവശ്യം കൂടി സഭായോഗവുമായിട്ട് ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇടയാക്കി കൃപകളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ വലിയ ഒരു ശക്തമാകുന്ന ആലോചന സങ്കീർത്തനത്തിലൂടെ നമ്മൾക്ക് കേൾക്കുവാനിടയായി തീർന്നു. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്നവൻ ഭാഗ്യവാൻ. ഒരു ഐസ് കട്ട എടുത്ത് വെള്ളത്തിൻ്റെ മുകളിൽ എത്ര വലിയ ഐസ് കട്ട എടുത്തിട്ടാലും ആ ഐസ് കട്ടയെ നമുക്ക് കാണുവാൻ പറ്റുന്നത് 1/10 ഭാഗം മാത്രമേ പറ്റൂ. ബാക്കി 9 ഭാഗവും എവിടെയായിരിക്കും? വെള്ളത്തിനടിയിലായിരിക്കും. ഇത്ര വലിയ ഐസ് കട്ട നമ്മൾക്ക് എടുത്തിട്ടാലും കാണാൻ പറ്റുന്നത് 1 ഭാഗം മാത്രമാണ്. ആ പുറമേ കാണുന്നത് നമ്മൾ വിചാരിക്കും ഇത്തിരി ഉള്ളല്ലോ എന്ന്. അല്ലെങ്കിൽ മുഴുവനുമായിട്ടും വെള്ളത്തിൻ്റെ അകത്താണ് അതിൻ്റെ 10/9 ഭാഗം. അതുപോലെയാണ് നമ്മുടെ ജീവിതവും. അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നമ്മളെ കാണുവാൻ കഴിയുന്നില്ലെങ്കിലും നമ്മുടെ ഉള്ളമറിയുന്നവനാകുന്നൊരു ദൈവമുണ്ട്. നമ്മളെ മുഴുവനുമായി അറിയുന്ന ദൈവമുണ്ട്. നമ്മുടെ നോട്ടം, നമ്മുടെ ചിന്ത, നമ്മുടെ പ്രവൃത്തി, നമ്മുടെ സംസാരം, നമ്മുടെ ഇടപെടലുകൾ. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു ഭാഗമാണ്, കർത്താവേ ഞങ്ങളുടെ ഇടപെടലുകളും ഇടപാടുകളും ഒക്കെ വിശുദ്ധമായി തീരുവാനിടയാകണമേ. ഞങ്ങളുടെ ചിന്തകൾ വിശുദ്ധമാകുവാനിടയാകണമേ. പ്രൈസ് ഹല്ലേലൂയ. അപ്പോൾ ഹല്ലേലൂയ, എങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ കരം നമ്മൾക്ക് എന്തായി തീരൂ? ദൈവദാസൻ പറഞ്ഞത് ഹല്ലേലൂയ, അനുകൂലമാകത്തുള്ളൂ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കരം നമ്മൾക്ക് അനുകൂലമാകണമെങ്കിൽ ഹല്ലേലൂയ നമ്മുടെ ഹൃദയങ്ങൾ ദൈവസന്നിധിയിൽ വിശുദ്ധമായിരിക്കണം. നമ്മുടെ ചിന്തകളും നമ്മുടെ പ്രവൃത്തികളും ഒക്കെ എങ്കിൽ മാത്രമേ കർത്താവിന് എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിന്മേൽ പ്രവർത്തിക്കുവാൻ പറ്റൂ. ദേവദാസൻ വായിക്കാൻ തന്ന വചനത്തിനകത്തൊരു വചനവും കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ടൊന്ന് ഞാൻ വായിക്കാം. എക്സോഡസിൻ്റെ പുറപ്പാടിൻ്റെ പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 1, 2, 3 വാക്യങ്ങൾ. യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത്, നീ ഫറവോൻ്റെ അടുക്കൽ ചെന്ന് അവനോട് പറയേണ്ടത് എന്നാൽ, എബ്രായരുടെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്നെ ആരാധിക്കുവാൻ എൻ്റെ ജനത്തെ വിട്ടയക്കുവാൻ സമ്മതിക്കാതെ ഇനിയും അവരെ തടഞ്ഞു നിർത്തിയാൽ യഹോവയുടെ കൈ. പ്രൈസ് ഹല്ലേലൂയ. നോക്കണമേ, കർത്താവ് പറയുന്ന വാക്ക് കേട്ടനുസരിക്കുവാൻ മനസ്സില്ലാതെ വന്നാൽ യഹോവയുടെ കൈ എന്തായിത്തീരും? ഭാരമായി തീരും. പ്രൈസ് ഹല്ലേലൂയ. യഹോവയുടെ കൈ ഭാരമായി തീർന്ന അവരുടെ സമ്പത്തിൻ്റെ മേല, യഹോവയുടെ കരം അവർക്ക് ഭാരമായി തീർന്ന ആ ജനത്തിൻ്റെ മേല, മിസ്രയീമിലുള്ള സൈന്യത്തിൻ്റെ മേല, മിസ്രയീമിലെ രാജാവിൻ്റെ മേല. പ്രൈസ്. ദൈവത്തിൻ്റെ വാക്ക് കേട്ടനുസരിക്കാതിരുന്നാൽ കൈ ഭാരമായി തീരുമെന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമല്ല. പ്രൈസ്. ദൈവത്തിൻ്റെ ജനമേ, ദൈവത്തിൻ്റെ കരം ആർക്കും ഭാരമായി തീരാതിരിക്കട്ടെ. പ്രൈസ് ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കരം ഭാരമായി തീർന്നാൽ ഹല്ലേലൂയ പിന്നെ നമ്മുടെ ജീവിതം കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. നമ്മൾ ഓടിയതും അധ്വാനിച്ചതും നമ്മൾ പ്രവർത്തിച്ചതും സകലതും എന്തായിത്തീരും? വ്യർത്ഥമായിത്തീരും, വൃഥാവായിത്തീരും. അങ്ങനെ ഉണ്ടാകാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? കർത്താവിൻ്റെ വാക്ക് നമ്മൾ കേട്ടനുസരിക്കണം. പ്രൈസ് ഹല്ലേലൂയ. ഇതിനോടൊപ്പം നമ്മൾക്ക് ചിന്തിക്കുവാനുള്ള ഒരു ഭാഗമാണ് ഇന്ന് പകൽക്കാലം ഞാനും ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നത്. പരിശുദ്ധാത്മാവ്, ഞാൻ ഇന്നലെ രാത്രിയിൽ ഹല്ലേലൂയാണ് ഈ ദൈവത്തിൻ്റെ വചനം എന്നോട് ഇടപെടുവാനിടയായി തീർന്നത്. ഞാൻ ഏകദേശം ഒരു 1-1.5 മണി വരെ ഞാൻ ഇരിക്കുവാനിടയായി. ഞാൻ ഈ വചനം ധ്യാനിച്ച് ഞാൻ ഇരിക്കുമ്പോൾ തന്നെ എനിക്ക് അല്ലെങ്കിൽ നാട്ടിൽ നിന്നും ഒരു ദൈവദാസൻ്റെ മെസ്സേജ് വരാറുണ്ട്. ആ മെസ്സേജ് ഹല്ലേലൂയ ഞാൻ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന മെസ്സേജിൻ്റെ ആശയം തന്നെയാണ് ഇന്ന് സങ്കീർത്തനത്തിലൂടെ ദൈവദാസൻ ഹല്ലേലൂയ നാട്ടിൽ നിന്നും മെസ്സേജ് അയച്ചത്. ഞാൻ എങ്ങനെ ഓർത്തു, കർത്താവേ പരിശുദ്ധാത്മാവിനെന്തോ എന്നോട് സംസാരിക്കുവാനുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ആത്മാവ് പലപ്പോഴും പല ദൈവദാസന്മാരിലൂടെ നമ്മൾക്ക് ആലോചന നൽകുന്നത്. ഈ ആലോചന എന്നോടുള്ള ബന്ധത്തിലുള്ളതാണ്. പ്രൈസ് ഹല്ലേലൂയ. യെശയ്യാവിൻ്റെ പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾക്ക് നമ്മുടെ ചിന്തയെ ഒന്ന് കൊണ്ടുപോകാം. യെശയ്യാവിൻ്റെ പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ ഭാഗം. വളരെ ചെറിയൊരു അധ്യായമാണ്. അതുകൊണ്ട് നിങ്ങൾ സന്തോഷത്തോടെ രക്ഷയുടെ ഉറവുകളിൽ നിന്നും വെള്ളം കോരും. പ്രൈസ് ഹല്ലേലൂയ. സന്തോഷത്തോടെ, ദൈവിക സന്തോഷം. ഞാനിങ്ങനെ ഹല്ലേലൂയ ചിന്തിക്കുവാനിടയായി തീർന്ന വിഷയം ഇതാണ്: ദൈവിക സന്തോഷം എങ്ങനെയാണ് പ്രാപിക്കുവാൻ കഴിയുന്നത്? ദൈവിക സന്തോഷത്തിൻ്റെ യഥാർത്ഥമാകുന്ന ഉറവിടം എന്താ? പ്രൈസ് ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും എന്ത് വേണം?
സന്തോഷം വേണം. നമുക്കെല്ലാവരുടെയും ആഗ്രഹം ഇതാ, നമ്മുടെ ജീവിതം സന്തോഷത്തോടെ കടന്നു പോകണം. ദുഃഖകരമാകുന്ന ഒരു വാർത്തയും നമ്മൾ കേൾക്കുവാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചിന്തയിൽ നമുക്ക് ജീവിക്കുവാനോ സാധ്യമല്ല. നമ്മുടെ മനസ്സ് സന്തോഷമാകണം, നമ്മുടെ ഹൃദയം സന്തോഷിക്കണം, നമ്മുടെ ചുറ്റുപാടുകൾ നമുക്ക് സന്തോഷം നൽകുന്നതാകണം. നമ്മൾ ജോലി ചെയ്യുന്ന പ്രസ്ഥാനം അല്ലെങ്കിൽ നമ്മൾക്ക് സന്തോഷത്തോടു കൂടി ജോലി ചെയ്യുവാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കുവാൻ ഇടയാകുന്ന ഒരിടമാകണം. അല്ലെങ്കിൽ അസന്തുഷ്ടിയോടുകൂടി നമ്മൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല, നമ്മൾ നീറി മരിച്ചു പോകും. അങ്ങനെയുള്ള അസന്തുഷ്ടിയും സന്തോഷമില്ലാത്തൊരു ജീവിതവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ, അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്താണ് ഉണ്ടാകേണ്ടത്? ദൈവികമാകുന്ന സന്തോഷം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവിക സന്തോഷം എന്ന് പറയുന്നത് അതിൻ്റെ ഉറവിടം പരിശുദ്ധാത്മാവാണ്. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവ് മാത്രമല്ല, പ്രൈസ് ദി ലോർഡ്, സ്വർഗത്തിനും ഭൂമിക്കും അധിപനാകുന്ന സർവശക്തനാകുന്ന ദൈവവും കൂടിയാണ് ദൈവിക സന്തോഷത്തിൻ്റെ ഉറവിടമെന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന സന്തോഷത്തിൻ്റെ ഉറവിടമെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവും സ്വർഗത്തിനും ഭൂമിക്കും അധിപനായി നിൽക്കുന്ന സർവശക്തനാകുന്ന ദൈവവും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഗലാത്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ ഹല്ലേലൂയ വാക്യം നമുക്ക് വായിക്കുവാനൊക്കെ ആത്മാവിൻ്റെ ഫലമോ എന്ന് പറഞ്ഞിട്ടാണ് സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം എന്നൊക്കെ അല്ലെങ്കിൽ ഈ പറയുന്നതാകുന്ന ആത്മാവിൻ്റെ ഫലം. അപ്പോൾ സന്തോഷത്തിൻ്റെ ഉറവിടമെന്ന് പറയുന്നത് ആത്മാവാണ്. പ്രൈസ് ദി ലോർഡ്. ആ ആത്മാവ് നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നിടത്തോളം കാലം നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ടാകും? സന്തോഷത്തിൻ്റെതാകുന്ന അനുഭവങ്ങൾ ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയുണ്ട്: എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ അത്രേ സന്തോഷിക്കുവിൻ. അപ്പം നമ്മുടെ സന്തോഷമെന്ന് പറയുന്നത് ലോകത്തിലുള്ള എന്തെങ്കിലും കഴിവുകളോ അല്ലെങ്കിൽ ലോകത്തിൽ നിന്നും നമ്മൾ നേടിയെടുക്കുന്നതാകുന്ന എന്തെങ്കിലുമല്ല. പ്രൈസ് ദി ലോർഡ്. എന്തെങ്കിലും ഒരു ശക്തിയുടെ പുറത്തല്ല അല്ലെങ്കിൽ നമ്മുടെ സന്തോഷം നിലനിൽക്കുന്നത്. ഇന്ന് ഹല്ലേലൂയ സമൂഹം പെന്തക്കോസ്ത് ഗോളമെന്ന് പറയുന്നതും ഹല്ലേലൂയ ഒക്കെ പല വിധത്തിലാണ് ജനങ്ങൾ സന്തോഷം കണ്ടെത്തുന്നത്. എന്നാൽ അതിലൊന്നുമല്ല ശക്തിയിലും അല്ലെങ്കിൽ ഹല്ലേലൂയ ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, മറിച്ച് മറ്റെന്തിലാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്? സ്വർഗത്തിൽ നിങ്ങളുടെ പേരെഴുതിയിരിക്കുന്നതിൽ, അവിടെയാണ് നമ്മുടെ സന്തോഷം. എന്തുവാ? പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നു, അവിടെയാണ് നമ്മുടെ സന്തോഷം ഉണ്ടാകുന്നത്. പ്രൈസ് ദി ലോർഡ്. ജീവന്റെ പുസ്തകത്തിൽ നിന്നും അല്ലെങ്കിൽ പേര് മായ്ച്ചു കളഞ്ഞാലോ നമ്മുടെ സന്തോഷം മുഴുവനും പോകും. നമ്മൾ ഈ ലോകത്തിൽ എന്തൊക്കെ നേടിയെന്ന് പറഞ്ഞാലും, പ്രൈസ് ദി ലോർഡ്, നമുക്ക് എന്തൊക്കെ ശക്തിയുണ്ടെന്ന് പറഞ്ഞാലും, നമ്മൾ എത്ര വലിയവനാണെന്ന് പറഞ്ഞാലും, എത്ര പ്രൗഢിയോടുകൂടി ജീവിക്കുന്നവനാണെന്ന് പറഞ്ഞാലും, പ്രൈസ് ദി ലോർഡ്, സ്വർഗത്തിൽ നിന്ന് നമ്മുടെ പേര് മായ്ച്ചു കളഞ്ഞാൽ എന്തോ സംഭവിക്കുന്നത്? നമ്മുടെ സന്തോഷം മുഴുവനും പോകും. പ്രൈസ് ദി ലോർഡ്. ദൈവം ഒരു മനുഷ്യനെ മറന്നു കളഞ്ഞാൽ, നോക്കും, ദൈവം നമ്മെ സ്നേഹിക്കുന്നു, ദൈവം നമ്മെ അറിയുന്നു, അപ്പോൾ തന്നെ ദൈവം നമ്മെ മറന്നു കളയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതം കൊണ്ടെത്തിച്ചാൽ എന്ത് സംഭവിക്കും? ദൈവം സ്വർഗത്തിൽ നിന്ന് നമ്മുടെ പേര് മായ്ച്ചു കളയും. ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ, ദൈവം ചിന്തിക്കുന്ന വിധത്തിലല്ല ഹല്ലേലൂയ നമ്മൾ നയിക്കപ്പെടുന്നത്, ജീവിക്കുന്നതെങ്കിൽ നമ്മുടെ പേരെന്ത് ചെയ്യും? മായ്ച്ചു കളയും. അപ്പോൾ എന്തോ സംഭവിക്കുന്നത്? നമ്മുടെ ജീവിതം ഹല്ലേലൂയ കഷ്ടത്തിലേക്ക് പോകും. നമ്മുടെ ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കുവാൻ പറ്റാതെ പോകും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒന്നാമത് നമ്മുടെ ദൈവിക സന്തോഷം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിലൂടെ അല്ലെങ്കിൽ സ്വർഗസ്ഥനാകുന്ന ഹല്ലേലൂയ അഖിലാണ്ടത്തിൻ്റെ ഉടവൻ അല്ലെങ്കിൽ ഭൂമിക്ക് അധിപനായിരിക്കുന്ന നമ്മൾ സേവിക്കുന്ന നമ്മുടെ ദൈവത്തിൽ നിന്നുമാണ് ഇതിൻ്റെ ഉറവിടമെങ്കിൽ, ആ ഉറവിടത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് പ്രൈസ് ദി ലോർഡ് എന്താണ്? രക്ഷയിൽ കൂടിയുള്ള സന്തോഷമാണ് ഒന്നാമത്തെ ഭാഗം. നമ്മൾ ചിന്തിക്കുന്നത് ഹല്ലേലൂയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ സന്തോഷമുണ്ട്. ഈ സന്തോഷം എങ്ങനെയാണ് നമ്മൾക്ക് പ്രാപിക്കുവാൻ കഴിഞ്ഞത്? അത് ഒരു വലിയ രക്ഷയിലൂടെയാണ്. ശേവൻ്റെ പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ വായിക്കുമ്പോൾ, അന്നാളിൽ നീ പറയുന്നത് എന്തെന്നാൽ, യഹോവേ, നീ എന്നോട് കോപിച്ച് നിൻ്റെ കോപം മാറി, നീ എന്നെ ആശ്വസിപ്പിച്ചിരിക്കുക, ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് പറയുകയാണ്, ഇതാ എൻ്റെ ദൈവം
എൻ്റെ രക്ഷ. യഹോവയാകുന്ന യാഹ് എൻ്റെ ബലവും എൻ്റെ ഗീതവുമായിരിക്കുക കൊണ്ട് അവൻ എൻ്റെ രക്ഷയായി തീർന്നിരിക്കുക കൊണ്ടും ഞാൻ ഭയപ്പെടാതെ യഹോവയിൽ ആശ്രയിക്കും. പ്രൈസ് ദി ലോർഡ്. ഇതാ ദൈവം എൻ്റെ രക്ഷ. അപ്പം രക്ഷയിൽ കൂടിയാണ് നമ്മൾക്ക് സന്തോഷമുണ്ടാകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതാ ദൈവം എൻ്റെ രക്ഷ. അപ്പം മനസ്സിലാക്കേണ്ടുന്നത്, ഒരു സന്തോഷം നമ്മൾക്ക് പ്രാപിക്കുവാൻ ഇടയാകുന്നത് ഒന്നാമത് ദൈവത്തിൽ കൂടിയാണ്. അത് ദൈവത്തിൻ്റെ രക്ഷയിൽ കൂടി നമ്മൾക്ക് പ്രാപിക്കുവാൻ കഴിയുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ഭാഗം വായിക്കുമ്പോൾ ഹല്ലേലൂയ മനസ്സിലാക്കേണ്ട ചെറിയൊരു അധ്യായമാണ് 12-ാം അധ്യായം. മിസ്രൈമിലെ ജനം ഇസ്രായേലിൽ നിന്നും ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്നും പുറപ്പെട്ടപ്പോൾ ചെങ്കടൽ കടന്നിട്ട് അവരൊരു പാട്ട് പാടി, ഇല്ലയോ? അതേപോലെയുള്ളൊരു മറ്റൊരു ഗാനമാണിത്. എന്താണെന്ന് അറിയുമ്പോൾ, ബാബേൽ പ്രവാസത്തിൽ നിന്നും മടങ്ങി വന്ന യഹൂദ ജനത്തിൻ്റെ ഒരു ശേഷിപ്പ് ഹല്ലേലൂയ ഹൃദയംഗമായി ദൈവസന്നിധിയിൽ പാടുന്ന ഒരു ഭാഗമാണ്. പ്രവാസത്തിൽ നിന്നും മടങ്ങി വന്നുകൊണ്ട് യഹോവയാകുന്ന ദൈവത്തിൽ നിന്നും രക്ഷ പ്രാപിച്ച് അടിമത്തത്തിൽ നിന്നും അവർക്കൊരു വിടുതൽ ലഭിച്ചപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഹൃദയംഗമായി ആ രക്ഷയുടെ സന്തോഷം അവർ പാടുന്ന ഒരു ഭാഗമാണ് നമ്മൾ ഇന്ന് വായിക്കുവാനിടയായത്. അപ്പോൾ ദൈവത്തിൽ നിന്നുള്ള രക്ഷയുടെ അല്ലെങ്കിൽ ഒരു സന്തോഷം ഹൃദയത്തിലേക്ക് വരുമ്പോൾ എന്തുണ്ടാകുന്നു? പുതിയ പാട്ടുകൾ ഉണ്ടാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇസ്രായേൽ ജനത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷം ആദ്യമേ എന്താ സംഭവിച്ചത്? ഞാൻ ആദ്യമേ പറഞ്ഞതു എന്തുവാ? മിസ്രൈമിൽ നിന്നുമുള്ള ഒരു വിടുതല. അവരുടെ സന്തോഷം അതായിരുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. മനുഷ്യരുടെ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, രക്ഷയിലൂടെ ദൈവത്തിന് സന്തോഷം പകർന്നു നൽകുവാൻ ഇടയാക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മനുഷ്യരുടെ വിഷയങ്ങളിൽ ദൈവം ഇടപെടും. അങ്ങനെ ഇടപെട്ടത് കൊണ്ടാണ് നമ്മൾ ഈ രക്ഷ പ്രാപിച്ചത്. മനസ്സിലാക്കണം, മനുഷ്യരുടെ വിഷയങ്ങളിൽ അല്ലെങ്കിൽ ഇടപെടുന്നതിന് മുമ്പ് അല്ലെങ്കിൽ നടപടി എടുക്കുന്നതിന് മുന്നമേ പ്രൈസ് ദി ലോർഡ് കർത്താവ് അവരുടെ അവസ്ഥയെ അറിയുവാനിടയാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവരുടെ അവസ്ഥ മനസ്സിലാക്കുവാനിടയാകും. അത് വായിക്കാം. പുറപ്പാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യത്തിലേക്ക് പോയി ചെല്ലുമ്പോൾ, നീ ചെന്ന് ഇസ്രായേൽ മൂപ്പന്മാരെ കൂട്ടി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. നോക്കണമേ, രക്ഷയിൽ കൂടി ഒരു സന്തോഷം നൽകുവാൻ യഹോവയാകുന്ന ദൈവം ആഗ്രഹിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ്, മനുഷ്യരുടെ വിഷയങ്ങളിൽ ഒരു നടപടി എടുക്കുന്നതിന് മുന്നമേ പ്രൈസ് ദി ലോർഡ് ദൈവം എന്തോ ചെയ്യുന്നത്? അവരുടെ വിഷയങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാൻ ദൈവം ആഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. അവരുടെ അവസ്ഥയെ അറിയുവാൻ ദൈവം ആഗ്രഹിക്കും. മിസ്രൈമിൽ ഇസ്രായേൽ ജനം അടിമത്തത്തിലേക്ക് പോയി അവർ കഷ്ടം അനുഭവിച്ചപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് മോശയോട് പറയുകയാണ്, പ്രൈസ് ദി ലോർഡ്, യഹോവയാകുന്ന ദൈവം അവർ ഹല്ലേലൂയ മോശയുടെ മൂപ്പന്മാരെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് പറയണം, എന്തോ ഞാൻ നിങ്ങളെയും മിസ്രൈമിൽ നിങ്ങളോട് ചെയ്യുന്നതിനെയും സന്ദർശിക്കുന്നു. അപ്പോൾ ഹല്ലേലൂയ ഇസ്രായേൽ ജനത്തിന് കൊടുക്കുവാൻ പോകുന്ന ഒരു രക്ഷയുണ്ട്. ആ രക്ഷയിലൂടെ അവരൊരു സന്തോഷം പ്രാപിക്കുവാൻ പോവുകയാണ്. ആ രക്ഷയിലൂടെ അവർ സന്തോഷം പ്രാപിക്കുന്നതിന് മുന്നമേ അവരുടെ അവസ്ഥയെ അറിയുന്നവനാകുന്നൊരു ദൈവം, അവരെ മനസ്സിലാക്കുവാൻ പോകുന്നവനാകുന്നൊരു ദൈവം. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, നമ്മുടെ ജീവിതത്തിൽ യഹോവയാകുന്ന ദൈവം ഒരു രക്ഷ നൽകുവാൻ ആഗ്രഹിക്കുമ്പോൾ, ഒരു സന്തോഷം നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകുവാൻ ആഗ്രഹിക്കുമ്പോൾ ആദ്യമേ ദൈവം ചെയ്യുന്നതാണ് നമ്മുടെ അവസ്ഥയെ അറിയുവാൻ തുടങ്ങും. അവൻ നമ്മെ മനസ്സിലാക്കുവാൻ തുടങ്ങും. നമ്മെ ആരൊക്കെയാണ് കഷ്ടപ്പെടുത്തുന്നത്? നമ്മെ ആരൊക്കെയാണ് ബുദ്ധിമുട്ടിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. നമ്മൾ കടന്നു പോകുന്ന അവസ്ഥകൾ എന്തൊക്കെയാ? നമുക്ക് വേണ്ടുന്നതാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ? ഇതൊക്കെയും അറിഞ്ഞിട്ടാണ് പ്രൈസ് ദി ലോർഡ് ഒരു രക്ഷയുടെ സന്തോഷം യഹോവയാകുന്ന ദൈവം നൽകുവാൻ പോകുന്നത്. ഞാൻ ആ ഭാഗം ഹല്ലേലൂയ ചിന്തിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് ഈ ഒരു ആശയം ഇതുവരെ വരാത്തൊരാശയമാണ്. എന്നെ കർത്താവ് രക്ഷിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ, എന്നെ ദൈവം വിടുവിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ, എൻ്റെ ജീവിതത്തിൽ ഒരു സന്തോഷം പകർന്നു നൽകുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ ആദ്യമേ എന്നിലേക്ക് തന്നെ ദൈവം ഒന്ന് ചിന്തിക്കുവാനിടയാകും. എൻ്റെ അവസ്ഥകളെ ഒന്ന് അറിയുവാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്.
ഞാൻ കടന്നു പോകുന്ന അവസ്ഥകൾ, ഞാൻ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, പ്രൈസ് ദി ഹല്ലേലൂയ, എൻ്റെ ജീവിതത്തിൻ്റെ സകലവിധമാകുന്ന കാര്യങ്ങളെക്കുറിച്ചും അറിയുന്നതിന് വേണ്ടി ദൈവം അല്ലെങ്കിൽ ഒരു സന്ദർശനം എവിടേക്ക് നടത്തുന്നു? എവിടെയാണോ രക്ഷ വേണ്ടുന്നത് അവരിലേക്ക് ദൈവം ഒരു സന്ദർശനം നടത്തുന്നു. അങ്ങനെയാണെങ്കിൽ എവിടെയൊക്കെ എത്ര ഭാഗങ്ങളിൽ കർത്താവ് സന്ദർശനം നമുക്ക് വേണ്ടി നടത്തിയിട്ടുണ്ടെന്ന് അറിയാമോ? അറിയാതെ നമ്മൾ ദൈവത്തെ സ്തുതിക്കുവാനിടയായിത്തീരും. ദൈവം എൻ്റെ ജീവിതത്തിൽ രക്ഷയിലൂടെ ഒരു സന്തോഷം പകർന്നു നൽകുന്നതിന് വേണ്ടി എന്നെയും എൻ്റെ അവസ്ഥയെയും സന്ദർശിച്ചവനാകുന്ന ഒരു ദൈവം. പ്രൈസ് ദി ഹല്ലേലൂയ. എൻ്റെ അവസ്ഥയെ മനസ്സിലാക്കിയവനാകുന്ന ഒരു ദൈവം. ആ ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, നിന്റെ അവസ്ഥയെ അറിയുന്നവനാകുന്ന ദൈവമാ, നിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നവനാകുന്ന ഒരു ദൈവമാ. അതിലൂടെ നിനക്കൊരു രക്ഷ നൽകുവാനും ആ രക്ഷയിലൂടെ ദൈവത്തെ സന്തോഷിക്കുവാനും ഇടയാക്കുന്നവനാകുന്ന ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നതെന്ന് നമ്മൾ മറന്നു പോകരുത്. പ്രൈസ് ദി ഹല്ലേലൂയ. ഓ കൃപ, ഹല്ലേലൂയ. ഇസ്രായേൽ ജനത്തെ യഹോവയാകുന്ന ദൈവം പ്രൈസ് വിടുവിക്കുവാനായിട്ട് മോശയെ തിരഞ്ഞെടുക്കുന്നതിന് മുന്നമേ ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, അവരുടെ ഇടയിൽ അവരുടെ അവസ്ഥ മനസ്സിലാക്കുന്നതിന് വേണ്ടി പ്രൈസ് ഹല്ലേലൂയ നിങ്ങളോട് ചെയ്യുന്നതിനെയും നിങ്ങളായിരിക്കുന്നതിനെയും യഹോവയാകുന്ന ദൈവം സന്ദർശിച്ചു. അപ്പോൾ എന്തു സംഭവിച്ചത്? പ്രൈസ് ഹല്ലേലൂയ. അവരുടെ അവസ്ഥയെ മനസ്സിലാക്കുവാൻ മിസ്രയീമിലേക്ക് യഹോവയാകുന്ന ദൈവം ഇറങ്ങിച്ചെന്നപ്പോൾ പ്രൈസ് ഹല്ലേലൂയ മിസ്രയീമർ അവരോട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ദൈവത്തിനൊരു ബോധമുണ്ടായപ്പോൾ എവിടെയാണോ രക്ഷ കൊടുക്കേണ്ടത് അവർക്ക് രക്ഷ കൊടുക്കുകയും എവിടെയാണോ ഒരു ശിക്ഷ കൊടുക്കേണ്ടത് അവിടെ ശിക്ഷിക്കുകയും ദൈവം ചെയ്തു. ഇല്ലയോ? സന്ദർഭം ദൈവം മനസ്സിലാക്കി. പ്രൈസ് ദി ഹല്ലേലൂയ. അവരെ സന്ദർശിച്ചപ്പോൾ അവരെ കടന്നു പോകുന്നതാകുന്ന സാഹചര്യങ്ങളെ മനസ്സിലാക്കിയപ്പോൾ ദൈവത്തിനൊരു കാര്യം മനസ്സിലായി. തൻ്റെ ജനത്തിനൊരു രക്ഷയുടെ സന്തോഷം കൊടുക്കണം. അപ്പോൾ തന്നെ അവരെ പീഡിപ്പിക്കുന്ന ജനത്തെ യഹോവയാകുന്ന ദൈവം ശിക്ഷിക്കണം. ഇന്ന് പകൽക്കാലം മറന്നു പോകരുത് ദൈവത്തിൻ്റെ ജനമേ. നാം ദൈവത്താൽ വിളിക്കപ്പെട്ട ദൈവജനമാണെങ്കിൽ നമ്മുടെ അവസ്ഥകളെ അറിയുവാൻ തുടങ്ങുമ്പോൾ, ദൈവം നമ്മുടെ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ തുടങ്ങുമ്പോൾ, എന്നെയും നിങ്ങളെയും ആരെങ്കിലും പീഡിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് ആരെങ്കിലും കടന്നുപോയാൽ അവരുടെ ജീവിതത്തിന് മേലും ദൈവത്തിൻ്റെ കൈ ഒരു ഭാരമായി തീരുന്നൊരവസ്ഥയിലേക്ക്, മിസ്രയീമേ ജനത്തിൻ്റെ മേൽ യഹോവയുടെ കൈ ഒരു ഭാരമായി തീർന്നതിൻ്റെ കാരണം യഹോവയാകുന്ന ദൈവം അവിടെ ഒരു സന്ദർശനം നടത്തിയത് കൊണ്ടാണ്. രക്ഷയുടെ സന്തോഷം ഇസ്രായേൽ ജനത്തിന് കൊടുത്തപ്പോൾ ദൈവത്തിൻ്റെ കരം മറ്റ് ജനത്തിന്, മിസ്രയീമ ജനത്തിനൊരു ഭാരമായി മാറി. 10 ബാധ കൊണ്ട് മിസ്രയീം ജനം കഷ്ടപ്പെട്ടപ്പോൾ ഈ ബാധ എന്തെങ്കിലും ഇസ്രായേൽ ജനത്തിന് സംഭവിച്ചോ? പ്രൈസ് ദി ഹല്ലേലൂയ. അതാണ് ദൈവത്തിൻ്റെ സന്ദർശനം എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യുവാൻ വലിയ കൃപയും കഴിവുമുള്ളതാണ്. എൻ്റെ കാര്യങ്ങൾ അറിയുന്നവനാകുന്ന ദൈവമായ എൻ്റെ ദൈവം, നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി നൽകുന്നവനാകുന്ന ദൈവം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ മറന്നു പോകരുത്, ദൈവം നിങ്ങളെ സന്ദർശിക്കുവാനിടയാകും. നിങ്ങളുടെ കുടുംബങ്ങളിൽ ദൈവം സന്ദർശിക്കുവാനിടയാകും. നിങ്ങളായിരിക്കുന്ന ഇടത്തിലേക്ക് ദൈവം സന്ദർശിക്കുവാനിടയാകും. നിങ്ങൾ ജോലി ചെയ്യുന്ന ഇടത്തിലേക്ക് ദൈവം സന്ദർശിക്കുവാനിടയാകും. നിങ്ങളുടെ സഭയിലേക്ക് ദൈവം സന്ദർശിക്കുവാനിടയാകും. നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക് ദൈവം സന്ദർശിക്കുവാനിടയാകും. ആ സന്ദർശനത്തിൽ രക്ഷയുടെ സന്തോഷം നിങ്ങളെ ഉടുപ്പിക്കുകയും എവിടെയാണോ ദൈവത്തിന് പ്രവൃത്തി ചെയ്യേണ്ടത് അവിടെ ഒരു പ്രവൃത്തി ചെയ്ത ദൈവം അതിന് പ്രവൃത്തി പൂർത്തീകരിക്കുകയും ചെയ്ത ദൈവമാണെന്ന് മറന്നു പോകരുത്. നമ്മൾക്കറിയാം, പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യത്തിൻ്റെ ലാസ്റ്റ് ഭാഗത്തിൽ ഇങ്ങനെയുണ്ട്: 3 ദിവസത്തെ വഴി മരുഭൂമിയിൽ ചെന്ന് നോക്കണമേ. 3 ദിവസത്തെ വഴിയാ ചോദിച്ചത്. ഫറവോന് വേണമെങ്കിൽ 3 ദിവസത്തെ വഴി അങ്ങ് അനുവദിച്ചു കൊടുത്തൂടെ? പക്ഷെ ഒരു കാര്യമുണ്ട്, ഫറവോനും സൈന്യവും അവർക്ക് മാത്രം അറിയാവുന്ന ഒരു കാര്യമാണ്. എന്തുവാണെന്നറിയാമോ? ഈ 3 ദിവസത്തെ വഴി അവർ കടന്നു പോയാൽ അവിടെ പോയി അവരെ പിടിക്കുവാൻ സാധ്യമല്ല. സിനായ് മരുഭൂമിക്കകത്താവും അവർ. പിന്നെ അവരെ പിന്തുടർന്ന് പിടിക്കുവാൻ വലിയ പ്രയാസമാണ്. മനസ്സിലായോ? പ്രൈസ് ദി ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഇവർ പുറപ്പെട്ടപ്പോൾ തന്നെ ഇവരെ പിടിക്കുവാനായിട്ട് പോയത്.
3 ദിവസത്തെ വഴിയെ ദൂരമേ ദൈവത്തിൻ്റെ അലലിയ ഭൃത്യം ചോദിച്ചുള്ളൂ. ഒരു ദൂതുണ്ട് അവിടെ. എന്താണെന്നറിയാമോ? കർത്താവ് രക്ഷയുടെ സന്തോഷം നിനക്ക് നൽകുവാനിടയാകുമ്പോൾ ഒരു കാലപരിധി നിന്നെ നിർണയിച്ചൊരു ദൂരത്തേക്ക് ദൈവം മാറ്റി പാർപ്പിച്ചാൽ അവിടെ ചെന്ന് നിന്നെ പിടിക്കുവാൻ, അവിടെ നിന്നെ നോട്ടമിടുവാൻ, അവിടെ നിന്നെ തകർത്ത് കളയുവാൻ, ശത്രുവിൻ്റെ ദൂരലിയ പരിധിക്കും അപ്പുറത്തായിട്ട് നിന്നെ കൊണ്ടുപോയി രക്ഷയുടെ സന്തോഷം നൽകുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ 3 ദിവസത്തെ ദൂരപരിധി എന്ന് പറഞ്ഞാൽ ഫറവോന്റെ സൈന്യ ബലത്തിന്റെ പരിധിക്കും അപ്പുറമാണ്. അങ്ങനെയാണെങ്കിൽ ദൈവം നമുക്ക് രക്ഷയുടെ അലലിയ സന്തോഷം നൽകുന്നത് ശത്രു അലലിയ നമ്മെ അലലിയ കണ്ടെത്തി പിടിക്കുവാൻ കഴിയാത്തൊരു ദൂരത്തിലേക്ക് നിന്നെ മാറ്റി നിർത്തിയിട്ടാണ് ആ സന്തോഷം ദൈവം നിനക്ക് നൽകുവാനിടയാകുന്നത്. എത്ര പേർക്ക് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ആഴം മനസ്സിലാക്കുന്നുണ്ടോ? എന്നെ ഒരു ദൂരത്തേക്ക് മാറ്റി നിർത്തിയിട്ട് ഒരു വാലലിയ ശത്രുവിന് എന്നെ കടന്നു പിടിക്കുവാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു ദൂരത്തേക്ക് എന്നെ മാറ്റി നിർത്തിയിട്ട് എന്നെ രക്ഷയുടെ സന്തോഷം അലലിയ നൽകുന്നവനാകുന്ന ഒരു ദൈവമായി എൻ്റെ ദൈവമെന്ന് പറയുന്നത്. ഓ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെയുള്ളൊരു ദൂരത്തിലേക്കാണ് കർത്താവ് നമ്മെ കൊണ്ടുവന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവം നിന്നെ മാനിക്കുവാൻ ആഗ്രഹിക്കുമ്പോഴുണ്ടല്ലോ, പ്രൈസ് ദി ലോർഡ്, ഒരു ദൂരപരിധി കർത്താവ് നമ്മെ കൊണ്ടെത്തിക്കും. ആ പരിധിയിലേക്ക് ശത്രുവിന് കടക്കുവാൻ പ്രയാസമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എവിടെയാണോ ദൈവം നിന്നെ കൊണ്ടെത്തിച്ചിരിക്കുന്നത് അത് ദൈവം നിർണയിച്ചു വെച്ചിരിക്കുന്ന ഒരു ദൂരപരിധിയാണ്. എവിടെയാണോ പരിശുദ്ധാത്മാവ് നമ്മെ ആക്കി വെച്ചിരിക്കുന്നത്, നിങ്ങൾ വിശ്വസിക്കണം, അത് ശത്രുവിൻ്റെ ബലത്തിൻ്റെ പരിധിക്കും അപ്പുറത്തുള്ള ഒരു ഇടത്താണ് എന്നെ ദൈവം കൊണ്ടെത്തിച്ചിരിക്കുന്നത്. അവിടെ ശത്രുവിന് എത്തുവാൻ സാധ്യമല്ല. അവിടെ ചെന്ന് നിന്നെ പിടിക്കുവാൻ പറ്റാത്ത വിധത്തിലുള്ളൊരു ദൂരപരിധി അലലിയ. അതാണ് രക്ഷയുടെ അലലിയ സന്തോഷം നമ്മെ ഉടുപ്പിക്കുന്നത്. ഇന്ന് പകൽക്കാലം ആ സന്തോഷം അനുഭവിക്കുന്ന ദൈവജനത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ രക്ഷയുടെ സന്തോഷം ദൈവം നമ്മെ അലലിയ നൽകുമ്പോൾ, അല്ലെങ്കിൽ ദൈവത്തിലുള്ള അലലിയ സന്തോഷം എന്ന് പറയുന്നത് ഒന്നാമത് നമ്മൾക്ക് മനസ്സിലാക്കുവാൻ കഴിയും ദൈവത്തിൻ്റെ രക്ഷയിലൂടെയുള്ള ഒരു സന്തോഷമാണ്. ആ സന്തോഷത്തിനകത്ത് നമ്മുടെ അവസ്ഥകളെ ദൈവം അറിയും. ആ സന്തോഷം നമ്മൾക്ക് നൽകുവാൻ നമ്മെ ദൈവം മനസ്സിലാക്കും. ആ സന്തോഷം നമുക്ക് നൽകുവാൻ ശത്രുവിന് പിടിക്കുവാൻ പറ്റാത്തൊരു ദൂരത്തിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കും. പ്രൈസ് ദി ലോർഡ്. ആ സന്തോഷം നമുക്ക് നൽകുവാൻ ദൈവം നമ്മുടെ ജീവിതത്തിന്മേൽ ചില ഇടപെടലുകൾ നടത്തും. അതാണ് രക്ഷയുടെ സന്തോഷം എന്ന് പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ആ സൗഖ്യം, ആ സൗഭാഗ്യം നമ്മൾ പ്രാപിച്ചിരിക്കുന്നവരാണ്. അങ്ങനെയാണെങ്കിൽ വിശ്വാസത്തോടു കൂടി ദൈവസന്നിധിയിൽ പറയുവാനിടയാകണം, കർത്താവേ, ഞാൻ രക്ഷയുടെ സന്തോഷം പ്രാപിച്ചവനാണ്. ഞാൻ നിൽക്കുന്നത് ശത്രുവിന് എന്നെ കണ്ടെത്തി പിടിക്കുവാൻ കഴിയാത്ത വിധത്തിലുള്ളൊരു ദൂരത്തിലാണ്. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കരം എനിക്കെപ്പോഴും എന്തുവാ? അവിടെ എനിക്ക് അനുകൂലമാണ്. എന്നെ പീഡിപ്പിക്കുവാൻ ശ്രമിക്കുന്നവന് ദൈവത്തിൻ്റെ കരം എന്താണ്? പ്രതികൂലമാണ്. അല്ലെങ്കിൽ എന്നിൽ സന്തോഷം നൽകുന്നതിന് മുന്നമേ എന്നിലേക്ക് ദൈവം സന്ദർശിച്ചവനാ. ഞാൻ ആയിരിക്കുന്ന അവസ്ഥയെ അറിഞ്ഞവനാ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ ആ ദൈവത്തെ എത്ര മഹത്വം കൊടുക്കുവാൻ പറ്റും? പ്രൈസ് ദി ലോർഡ്. അതാണ് ഒന്നാമത്തെ ഭാഗമെന്ന് പറയുന്നത്, രക്ഷയിലൂടെയുള്ള ഒരു സന്തോഷം. പ്രൈസ് ദി ലോർഡ്. 2, പരിശുദ്ധാത്മാവിലുള്ള ഒരു സന്തോഷം നമ്മൾക്ക് പ്രാപിക്കുവാൻ കഴിയും. റോമാലേഖനം 14-ാം അധ്യായം 17-ാമത്തെ വാക്യം എടുത്താട്ടെ. നിങ്ങളുടെ നന്മയ്ക്ക് ദൂഷണം വരുത്തരുത്. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, ആമേൻ, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നോക്കണമേ, ദൈവരാജ്യം എന്ന് പറയുന്നത് ഭക്ഷണവും പാനീയവുമല്ല. അതിനകത്ത് 3 കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. 1 നീതി, 2 സമാധാനം, 3 സന്തോഷം. രണ്ടാമത് നമ്മൾ പഠിക്കുന്നത് പരിശുദ്ധാത്മാവിലുള്ള സന്തോഷമാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ലോകത്തിൽ പലതും നമ്മൾക്ക് നേടുവാൻ കഴിയുന്നു വന്നേക്കാം. അപ്പോൾ ദൈവരാജ്യത്തിനകത്ത് പ്രൈസ് ദി ലോർഡ് ആ പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം എന്ന് പറയുന്നത് കുറച്ച് തിന്നുന്നതോ അല്ലെങ്കിൽ ചിലത് കുടിക്കുന്നതോ ഭക്ഷണവും പാനീയവും ഒന്നുമല്ല. പ്രൈസ് ദി ലോർഡ്. ആ പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം നമുക്ക് നൽകുന്നത് 1 നീതിയാണ്. ദൈവത്തിൻ്റെ നീതി നമ്മുടെ ജീവിതത്തിന്മേൽ ഉണ്ടാകുന്നു.
ദൈവത്തിൻ്റെ സമാധാനം, പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം പ്രാപിക്കുവാൻ കഴിയുന്ന ദൈവജനത്തിന് ദൈവം നൽകുന്ന രണ്ടാമത്തെ കാര്യമാണ് സമാധാനം എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ സമാധാനമുണ്ടോ? ലോകത്തിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ, എത്രയോ പേർക്ക് സമാധാനമില്ലാതെ കിടക്കുന്നു. ഓരോ ദിവസവും കേൾക്കുന്നതാകുന്ന വാർത്തകളൊക്കെ കേട്ടിട്ട് സമാധാനം നഷ്ടപ്പെട്ടവരായിട്ട് ലോകത്തിൽ എത്ര പേര് നടക്കുന്നു. പക്ഷേ ഈ അസമാധാനമൊന്നും നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്തതിൻ്റെ കാരണം എന്താ? പരിശുദ്ധാത്മാവിൻ്റെ സമാധാനം, പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ്. എത്ര പേർക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ പറ്റും? കർത്താവേ, ഈ പരിശുദ്ധാത്മാവാണ് ഞങ്ങളെ സമാധാനിപ്പിക്കുന്നത്. ഈ പരിശുദ്ധാത്മാവാണ് നമ്മെ എന്ത് ചെയ്യുന്നത്? നീതിയിലൂടെ വഴി നടത്തുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം 3 വലിയ അനുഗ്രഹങ്ങൾ നൽകും. ഒന്ന്, അത് വായിക്കാൻ, രണ്ടാമത്തെ ഭാഗം ഒന്ന് വായിച്ചട്ടെ, താപ്പോട്ട് വായിച്ചിട്ട്. അതെ, റോമാലേഖനം 14:17-18 വാക്യം. അതിൽ ക്രിസ്തുവിനെ സേവിക്കുന്നവൻ, ആമേൻ, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവൻ, മനുഷ്യർക്ക് കൊള്ളാകുന്നവൻ തന്നെ. നോക്കണമേ, 3 പ്രത്യേകതകൾ ഉള്ള മനുഷ്യനായി മാറുന്നു പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം പ്രാപിക്കുവാൻ കഴിയുന്ന വ്യക്തി. ഒന്ന്, അവൻ ക്രിസ്തുവിൻ്റെ ദാസനാകും, അവൻ ക്രിസ്തുവിനെ സേവിക്കുന്നവനാകും. അങ്ങനല്ലേ ഇരിക്കുന്നത്? അവൻ ക്രിസ്തുവിനെ സേവിക്കുന്നവൻ എന്ന് വെച്ചാൽ അവൻ ക്രിസ്തുവിൻ്റെ ദാസൻ. 2, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവൻ എന്ന് വെച്ചാൽ എന്തോ? ദൈവത്തിന് സ്വീകാര്യനാകുന്നു. ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവൻ ആരാകും? ദൈവത്തിന് സ്വീകാര്യമുള്ളവനാകുന്നു. 3, മനുഷ്യർക്ക് കൊള്ളാകുന്നവൻ എന്ന് വെച്ചാൽ മനുഷ്യർക്ക് സമ്മതമുള്ളവനാകുന്നു. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ചെന്ന് നിൽക്കുമ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളൊരു സമ്മതമില്ലാത്തവനാണെങ്കിൽ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ, നമ്മളെ മാറ്റി നിർത്തും, ഇല്ലയോ? നമ്മുടെ സ്വഭാവം ശരിയല്ലാത്തവനാണെങ്കിൽ സമൂഹത്തിൽ നമുക്കാരെങ്കിലും വില നൽകുമോ? വില നൽകത്തില്ല. നമ്മൾ എത്ര വലിയ സമ്പത്തുള്ളവനാണെന്ന് പറഞ്ഞാലും, എത്ര വലിയ ശക്തിയുള്ളവനാണെന്ന് പറഞ്ഞാലും, സമൂഹത്തിൽ സമ്മതനാകണമെങ്കിൽ അവനൊരു വ്യത്യസ്തമാകുന്ന പേഴ്സണാലിറ്റി ഉള്ളവനായിരിക്കണം. അത് ആർക്കാ ലഭിക്കുന്നത്? ഒരു ദൈവവൈതലിന് ലഭിക്കുന്ന വലിയൊരു പദവിയാണ്. ലോക മനുഷ്യർക്ക് പലർക്കും സമ്മതനായിരിക്കാം, പക്ഷേ ദൈവത്തിൻ്റെ മുമ്പിൽ നീ സമ്മതനാകണമെങ്കിൽ, ആ സമ്മതൻ മനുഷ്യരുടെ മുമ്പിൽ വിളങ്ങണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം അനുഭവിക്കുന്നവനാകണം. പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം അനുഭവിക്കുവാൻ കഴിയാത്തവൻ ക്രിസ്തുവിൻ്റെ ദാസനാണെന്ന് പറയുവാൻ പറ്റത്തില്ല. പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം അനുഭവിക്കാത്തവൻ ദൈവത്തിന് സ്വീകാര്യനാകുവാൻ കഴിയത്തില്ല. പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം അനുഭവിക്കുവാൻ കഴിയാത്തവൻ മനുഷ്യർക്ക് സമ്മതനാകുവാൻ കഴിയത്തില്ല. അപ്പോൾ രണ്ടാമത് സന്തോഷമെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒരു സന്തോഷമാണ്. അത് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കപ്പെട്ടവരാണ് നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ സമ്മതനാണോ? നമ്മൾ ഒന്ന് സ്വയം ചിന്തിക്കണം. നമ്മുടെ കൂട്ടുകാരുടെ ഇടയിൽ നമ്മൾ സമ്മതനാണോ? നമ്മുടെ സമൂഹത്തിൽ നമ്മൾ സമ്മതനാണോ? നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ സമ്മതനാണോ? ഇതൊക്കെ എങ്ങനെയാണ് മനസ്സിലാക്കുവാൻ കഴിയുന്നത്? ദൈവത്തിന് സ്വീകാര്യനായാൽ മതി. അവിടെ വായിച്ചത് എന്താണ്? അവൻ അതിൽ ക്രിസ്തുവിനെ സേവിക്കുന്നവൻ, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവൻ, മനുഷ്യർക്ക് കൊള്ളാകുന്നവൻ. ആദ്യമേ എന്ത് വായിച്ച? പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം. വലിയൊരു ആഴമേറിയ ചിന്തയാണ് ദൈവത്തിൻ്റെ മക്കളെ. ഞാൻ മറ്റുള്ളവർക്ക് സമ്മതനാകണമെങ്കിൽ, സമൂഹത്തിൽ ഒരു സമ്മതനാകണമെങ്കിൽ, മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു ദയയുള്ള മനുഷ്യനായി നിലനിൽക്കുവാൻ ഇടയാകുന്ന ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ, നമ്മുടെ കുടുംബങ്ങളിൽ നമ്മളൊരു സമ്മതമുള്ളവനാകണമെങ്കിൽ, പലരുടെയും കുടുംബത്തിൽ നമുക്കറിയാം, പല സഹോദരങ്ങളുള്ളവരുടെയൊക്കെ കുടുംബങ്ങളിൽ എല്ലാവർക്കും സമ്മതനാകത്തില്ല. ആകുമോ? ചിലർ ദേഷ്യപ്പെടുന്നവർ കാണും, ചിലരൊന്നും കൊടുക്കാത്തവർ കാണും. ചിലർ മാതാപിതാക്കളെ തിരിഞ്ഞു പോലും നോക്കാത്തവർ കാണും. അവരൊക്കെ പല കാര്യങ്ങളും സമൂഹത്തിൽ പറയുകയൊക്കെ ചെയ്യുമെങ്കിലും കുടുംബത്തിനകത്ത് ഒരു വലിയ സമ്മതമില്ലാത്തവരായിരിക്കും. അതിൻ്റെയൊക്കെ കുറവ് എവിടെയാണ് സംഭവിക്കുന്നതെന്നറിയാമോ? എവിടെയാണ് ഇതിൻ്റെ പാളിച്ച പറ്റുന്നറിയാമോ? പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം
ജീവിതത്തിൽ പ്രാപിക്കാൻ കഴിയാത്തതാ. ഇത് വലിയൊരു ചിന്തയാ ദൈവത്തിൻ്റെ ജനമേ. നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ സമൂഹത്തിലും ദൈവത്തിനും ക്രിസ്തുവിൻ്റെ ദാസനാകുവാനും ദൈവത്തിന് സ്വീകാര്യനാകുവാനും അല്ലെങ്കിൽ മനുഷ്യരുടെ ഇടയിൽ സമ്മതമുള്ളവനാകുവാനും ഒറ്റ കാര്യം ചെയ്താൽ മതി. പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം നമ്മൾ പ്രാപിച്ചാൽ മതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് പ്രാപിച്ചവരാണ് നമ്മൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സമൂഹത്തിൽ ഹല്ലേലൂയ വിലയുള്ളത് ദൈവമക്കൾക്കാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്രയെത്ര ദൈവദാസന്മാരെ കുറിച്ച് ഹല്ലേലൂയ പലരും പല കാര്യങ്ങളും പറയുന്നത് ഇപ്പോഴും നമ്മൾ കേൾക്കുന്നില്ലേ? ആദിമ പിതാക്കന്മാരെ പറ്റിയൊക്കെ പറയുന്ന വാക്കുകൾ കേട്ട് കഴിഞ്ഞാൽ സമൂഹത്തിൽ അവർക്ക് ആ സമ്മതം ലഭിച്ചതിൻ്റെ കാരണം എന്താ? ക്രിസ്തുവിൻ്റെ ദാസനായി ജീവിച്ചതുകൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെയും ആഗ്രഹം ഇതൊക്കെയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സമൂഹത്തിൽ ഒരു സമ്മതനായി നിൽക്കണം. ഇലക്ഷനിൽ നിന്ന് ജയിക്കണമെങ്കിൽ എന്താണ്? സമൂഹത്തിൽ സമ്മതനാകണം. ആരെങ്കിലും പിടിച്ച് ഇലക്ഷനിൽ നിർത്തിയാൽ ജയിക്കുമോ? ജയിക്കത്തില്ല. അതുപോലെയാണ് ക്രിസ്തീയ ഗോളത്തിൽ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം പ്രാപിക്കുവാൻ കഴിയാത്തവന് ദൈവവുമായിട്ടൊരു സ്വീകാര്യത ലഭിക്കുവാൻ കഴിയാതെ പോകും. പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം പ്രാപിക്കുവാൻ കഴിയാത്തവന് ക്രിസ്തുവിനെ ദാസൻ എന്ന് പറയുവാൻ കഴിയാതെ പോകും. ദൈവത്തിൻ്റെ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം പ്രാപിക്കുവാൻ കഴിയാത്തവന് പ്രൈസ് ദി ലോർഡ് മനുഷ്യരുടെ മുമ്പിൽ സമ്മതനാണെന്ന് പറയുവാൻ കഴിയാതെ പോകും. ഇത് പ്രാപിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കണം. എങ്ങനെ അറിയാൻ പറ്റും നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടോ എന്ന്? നമ്മൾ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കണം. കർത്താവ്, എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ 1-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യം, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാത്തവൻ, പാപികളുടെ വഴിയിൽ നിൽക്കാത്തവൻ, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാത്തവൻ, അവൻ്റെ ഉള്ളിലുണ്ട് എന്തുണ്ട്? പരിശുദ്ധാത്മാവ്. അവനാണ് സമൂഹത്തിൽ സമ്മതനായി നിൽക്കുന്നവൻ. അവനാണ് ദൈവത്തിൻ്റെ സ്വീകാര്യനായവൻ. അവനാണ് ദൈവത്തിൻ്റെ ദാസൻ എന്ന് പറയുന്നത്. ഞാനും ദൈവത്തിൻ്റെ ദാസൻ എന്ന് പറയുന്ന അഭിമാനിക്കുന്നവനാ. അല്ലെ, കർത്താവിൻ്റെ ദാസനെയും വിളിക്കുന്ന കർത്താവിൻ്റെ ദാസനും ദൈവത്തിൻ്റെ ദാസൻ എന്ന് അഭിമാനിക്കുന്നതാ. ഇതൊരു വലിയൊരു അഭിമാനമാണ്. ഈ അഭിമാനത്തോടു കൂടി നിൽക്കുവാൻ ഇടയാകുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് ജീവിക്കുന്നെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി, മരിക്കുന്നുവെങ്കിലും ക്രിസ്തുവിന് വേണ്ടി എന്നുള്ള ഉറച്ച ധൈര്യത്തോടു കൂടി നിലനിൽക്കുന്നത് കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. ലോകത്തിൻ്റെ ഒരു ശക്തിക്കും ഈ സ്നേഹത്തിൽ നിന്നും എന്നെ മാറ്റിക്കളയുവാൻ കഴിയുകയില്ല എന്ന ഉത്തമ ബോധ്യത്തോടു കൂടി നിലനിൽക്കുന്നത് കൊണ്ടാണ് ജീവിതത്തിൽ നിന്നും അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്നും അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ഈ സ്നേഹത്തിൽ നിന്നും എന്നെ മാറ്റിക്കളയുവാൻ ലോകത്തിൻ്റെ ഒരു ചിന്തയ്ക്കും കഴിയുകയില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഇപ്പോഴും കർത്താവിൻ്റെ ദാസൻ എന്ന് പറയുവാൻ കഴിയുന്നത്. ഇന്ന് ആ പദവി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക അനേകർക്കും. സമൂഹത്തിൽ ആ പദവി നേടിയെടുക്കുവാൻ കഴിയുന്നതും ആ പദവി നിലനിർത്തുവാൻ കഴിയണമെങ്കിലും അത് പരിശുദ്ധാത്മാവിൻ്റെ അളവറ്റ കൃപയുണ്ടെങ്കിൽ മാത്രമേ സാധ്യമാകുകയുള്ളൂ. ആ കൃപ പ്രാപിക്കുവാൻ കഴിയുന്നത് വലിയൊരു ഭാഗ്യപദവിയായി ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. റോമലേഖനം 14-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം, അതിൽ ക്രിസ്തുവിനെ സേവിക്കുന്നവൻ, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവൻ, മനുഷ്യർക്ക് കൊള്ളാകുന്നവനും തന്നെ. ആരാണ്? പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം പ്രാപിക്കുവാൻ കഴിയുന്നവൻ. അപ്പോൾ ദൈവത്തിൻ്റെ സന്തോഷമെന്ന് പറയുന്നത് ഒന്ന്, ദൈവത്തിൻ്റെ രക്ഷയിലൂടെ നമുക്ക് പ്രാപിക്കുവാൻ കഴിയുന്നു. രണ്ടാമത്തതാണ് പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്തിലൂടെ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് സന്തോഷവും പ്രാപിക്കാൻ കഴിയും. മൂന്നാമത്തെ ഒരു ഭാഗമാണ് അനുസരണത്തിൽ കൂടിയുള്ള ഒരു സന്തോഷം. പ്രൈസ് ദി ലോർഡ്. അനുസരണത്തിൽ കൂടിയുള്ളൊരു സന്തോഷം. നമുക്കറിയാം, ആ അനുസരണത്തിൽ കൂടിയുള്ളൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ദൈവവചനത്തിലൂടെ പറയാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. ഉൽപ്പത്തി പുസ്തകത്തിൽ തൊട്ട് വെളിപ്പാട് പുസ്തകം വരെ വായിക്കുമ്പോൾ ഹല്ലേലൂയ അനുസരണത്തിൽ കൂടി അനുഗ്രഹം പ്രാപിച്ചിട്ടുള്ള, സന്തോഷം പ്രാപിച്ചിട്ടുള്ള അനേക ഭക്തന്മാരുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ലെങ്കിലും ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ, നീ എൻ്റെ വാക്ക് കേട്ടനുസരിച്ചത് കൊണ്ട്, അബ്രഹാമിനോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നതാണ്. 26-ാം അധ്യായം അതിന് 5-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ഞാൻ നിൻ്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ വർദ്ധിപ്പിച്ച് ഈ ദേശമൊക്കെയും കൊടുക്കും. എവിടെയാ ഹല്ലേലൂയ ഇത് ലഭിക്കാൻ കാരണമായത്? ഇതിൻ്റെ അടിസ്ഥാനം എന്തുവാ? ആമേൻ.
22 അധ്യായം 18 വാക്യത്തിൽ വായിക്കുന്നു, നീ എൻ്റെ വാക്ക് കേട്ടനുസരിച്ചത് കൊണ്ട്. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ അനുഗ്രഹം പ്രാപിക്കുവാൻ അല്ലെങ്കിൽ സന്തോഷം പ്രാപിക്കുവാൻ ഇടയായി തീരുന്ന മൂന്നാമത്തെ കാര്യം എന്തുവാ? അനുസരണമാ. പ്രൈസ് ദി ലോർഡ്. എബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോൾ 11 അധ്യായം 8 അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് യാത്രയാകുവാൻ വിളിക്കപ്പെട്ടാറെ അനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്നറിയാതെ അബ്രഹാം പുറപ്പെട്ടു. ഇല്ലയോ? അബ്രഹാം പുറപ്പെട്ടത് എന്തുവാ? എന്തു കേട്ടിട്ടാ? ദൈവത്തിൻ്റെ ഒരു വാക്കാ. എവിടേക്ക് പോകുന്നു എന്നറിയാതെ, ലക്ഷ്യമില്ല, പക്ഷെ ഒറ്റ വാക്ക് കിട്ടിയിട്ടുണ്ട്, പുറപ്പെട്ടോളം പറഞ്ഞു. എന്തോ സംഭവിച്ചത്? അവൻ്റെ ജീവിതത്തിൽ ഹല്ലേലൂയ ഹല്ലേലൂയ വലിയ അനുഗ്രഹം, വലിയ പദവി, നമ്മുടെ പിതാവെന്ന് പറയത്തക്കവണ്ണം ഒരു വലിയ പദവി ഹല്ലേലൂയ അബ്രഹാമിന് ദൈവം കൊടുക്കുവാനിടയായി. ഹല്ലേലൂയ. സാറയുടെ 1 പത്രോസ് 3 അധ്യായം 6 വാക്യത്തിൽ അങ്ങനെ സാറ അബ്രഹാമിനെ യജമാനനെന്ന് വിളിച്ച് അനുസരിച്ചു. മക്കളില്ലെങ്കിലും പ്രൈസ് ഹല്ലേലൂയ, മറ്റുള്ളവരുടെ മുമ്പിൽ നിന്നയേറ്റെങ്കിലും പ്രൈസ് ഹല്ലേലൂയ, അബ്രഹാമിനെ യജമാനനെന്ന് വിളിച്ചവൾ അനുസരിച്ചു എന്നാണ് 1 പത്രോസ് 3 അധ്യായം 6 വാക്യത്തിൻ്റെ അവസാന ഭാഗത്തിൽ വായിക്കുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിലോ കുടുംബത്തിൽ അല്ലല്ലേ എത്രമാത്രം അനുസരണമുണ്ട്? ഭർത്താവിനെ അനുസരിക്കുന്നവർ എത്ര പേരുണ്ട്? പ്രൈസ് ഹല്ലേലൂയ. അപ്പനെയും അമ്മയെ അനുസരിക്കുന്ന മക്കൾ എത്ര ഉണ്ട്? മക്കളെ അത് ചെയ്യരുതെന്ന് പറഞ്ഞാൽ അതനുസരിക്കുന്നവർ എത്ര പേരുണ്ട്? മക്കളെ ആവശ്യമില്ലാത്തത് കാണരുതെന്ന് പറഞ്ഞാൽ അത് അനുസരിക്കുന്നവർ എത്ര പേരുണ്ട്? ഇതിൻ്റെയൊക്കെ കുറവ് എവിടെയാണ് സംഭവിക്കുന്നതെന്ന് അറിയാമോ? പ്രൈസ് ഹല്ലേലൂയ. ജീവിതത്തിൽ നമ്മൾ നേടിയെടുക്കേണ്ടുന്ന ദൈവം നമുക്ക് നൽകുവാൻ ആഗ്രഹിച്ച് ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന പലതും ദൈവം നൽകാതെ പോകും. പ്രൈസ് ഹല്ലേലൂയ. അനുസരണത്തിൻ്റെ ഒരു സന്തോഷം, അനുസരണത്തിലൂടെയുള്ള ഹല്ലേലൂയ ഒരു സന്തോഷം, ഒരു സമാധാനം. പ്രൈസ് ഹല്ലേലൂയ. അപ്പോൾ അനുസരിക്കാതിരുന്നാൽ എന്താ സംഭവിക്കുന്നത്? അതുകൂടെ ഒന്ന് വായിച്ചിട്ട് ആ ഭാഗം വിടാം. യോശുവയുടെ പുസ്തകം 5 അധ്യായം അതിൻ്റെ 6 വാക്യത്തിൽ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട യോദ്ധാക്കളായവർ ഒക്കെയും ആമേൻ ആമേൻ പ്രൈസ് ഹല്ലേലൂയ. നോക്കണമേ, അനുസരണത്തിനൊരു സന്തോഷം പ്രാപിക്കുവാൻ കഴിയും. അനുസരിക്കാതിരുന്നാലോ കൂടെയുള്ളവരും കൂടെ എന്ത് ചെയ്യും? കഷ്ടം അനുഭവിക്കും. 40 വർഷക്കാലം മരുഭൂമിയിലൂടെ ഈ ജനം സഞ്ചരിക്കുവാൻ ഇടയായി തീർന്നതും എന്ത് കാരണം എന്തുവാ? യോദ്ധാക്കളായവർ, അവരെഴുതിയിരിക്കുന്ന എങ്ങനെയാ? മിസ്രയീമിൽ നിന്നും പുറപ്പെട്ട യോദ്ധാക്കളായവരൊക്കെയും. അപ്പോൾ ഹല്ലേലൂയ എല്ലാവരും യോദ്ധാക്കളൊന്നുമല്ല, പക്ഷെ യോദ്ധാക്കളായവർ അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. അവർ നിമിത്തമായിട്ട് പ്രൈസ് ഹല്ലേലൂയ എന്ത് സംഭവിച്ചു? ഈ മുമ്പിൽ നിൽക്കുന്നവൻ അനുസരണക്കേട് കാണിച്ചാൽ പുറകിൽ നിൽക്കുന്നവർ കൂടെ ബാധകമാകും. ഹല്ലേലൂയ. യോദ്ധാക്കളായവരൊക്കെയും എന്ത് ചെയ്തു? യഹോവയുടെ വാക്ക് കേട്ടനുസരിക്കായ്ക കൊണ്ട് ഇസ്രായേൽ മക്കൾ മുഴുവനും, മിസ്രയീമിൽ നിന്നും പുറപ്പെട്ട ഇസ്രായേൽ ജനം ഹല്ലേലൂയ മുഴുവനും, 2 പേരൊഴികെ, ആരൊക്കെയാ? യോശുവയും കാലേബും ഒഴിച്ച് ബാക്കിയുള്ളവർ മുഴുവനും കഷ്ടമനുഭവിച്ചത് ആര് നിമിത്തമാണ് എഴുതിയേക്കുന്നത്? യോദ്ധാക്കൾ നിമിത്തം. അനുസരണക്കേട് കാണിച്ചു. പ്രൈസ് ഹല്ലേലൂയ. അപ്പോൾ കൂടെയുള്ള ശക്തന്മാർ അല്ലെങ്കിൽ അനുസരണക്കേട് കാണിച്ചാൽ ബാക്കിയുള്ള സാധുക്കളും കൂടി ഇതിനകത്ത് എന്ത് വരും? അനുഭവിക്കേണ്ടി വരും. അങ്ങനെ ഉണ്ടാകാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അനുസരണത്തിൻ്റെ ഒരു സന്തോഷം, അനുസരണത്തോടു കൂടിയുള്ള ഒരു ഹല്ലേലൂയ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ പ്രാപിക്കുവാനിടയാകണം. അപ്പോൾ ഹല്ലേലൂയ 3-ാമത്തെ വാക്കാണ് അനുസരണത്തിൽ കൂടിയുള്ള ഒരു സന്തോഷം, അനുസരിക്കായ്ക കൊണ്ട് സംഭവിക്കുന്ന കാര്യം. പ്രൈസ് ഹല്ലേലൂയ. ദൈവത്തിന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഹല്ലേലൂയ, അനുസരണത്തിൻ്റെ ഉദാഹരണമാണ് നോഹ, അനുസരണത്തിൻ്റെ ഉദാഹരണമാണ് മോശ, യോശുവ, ഹിസ്കിയാവ്, യോസിയാവ്, യോസഫ്, കർത്താവിൻ്റെ ശിഷ്യന്മാർ, അപ്പോസ്തലനാകുന്ന പൗലോസ്, ഇവരൊക്കെയും ഹല്ലേലൂയ ഈ സന്തോഷം അനുഭവിക്കുവാൻ ഇടയായി തീർന്നതിൻ്റെ കാരണം എന്താണെന്നറിയാമോ?
കർത്താവിൻ്റെ വാക്കനുസരിച്ചതുകൊണ്ടാണ്. ഇന്ന് പകൽക്കാലം എനിക്ക് നിങ്ങളോടും കുഞ്ഞുങ്ങളോടൊക്കെ പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ. ജീവിതത്തിൽ സന്തോഷത്തോടു കൂടി ജീവിക്കണമെങ്കിൽ വാക്ക് കേട്ടനുസരിക്കുക. അനുസരണത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ നിങ്ങൾ കഷ്ടം അനുഭവിക്കേണ്ടി വരും. നിങ്ങളെ ദൈവം എവിടെയാണോ കൊണ്ടെത്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് അവിടെ നിങ്ങളെ എത്തിക്കുവാൻ കഴിയാതെ പോകും. ഇസ്രായേലിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ രക്ഷയുടെ സന്തോഷം അവർ എല്ലാവരും ഒരുമിച്ച് പാടിയ ഭാഗമാണ് നമ്മൾ വായിച്ചത്. 12-ാമത്തെ അധ്യായം എന്ന് പറയുന്നത് അല്ലലിയ അടിമത്തത്തിൽ നിന്നും കടന്നു വന്നവർ പാടിയതാ. അതുപോലെ തന്നെ അല്ലലിയ ചെങ്കടൽ കടന്നപ്പോൾ അവർ സന്തോഷത്തിൻ്റെ പാട്ട് പാടി, രക്ഷയുടെ ഗീതം പാടിയവരാ. പക്ഷെ അവരിൽ അല്ലലിയ ആരും തന്നെ ദൈവം കൊണ്ടെത്തിക്കുവാൻ ആഗ്രഹിച്ച ഇടത്ത് എത്താത്തതിൻ്റെ കാരണം ആരംഭത്തിൽ അവർ രക്ഷയുടെ സന്തോഷം അനുഭവിച്ചവർ ആ സന്തോഷത്തിൻ്റെ ഒരു പൂർത്തീകരണം ഉണ്ടാകാതിരുന്നത് അനുസരണത്തിൻ്റെ സന്തോഷം അവർക്ക് പ്രാപിക്കാൻ കഴിയാതെ പോയതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മുടെ പ്രിയപ്പെട്ടവരുമൊക്കെ ദൈവസന്നിധിയിൽ അനുസരണത്തിൻ്റെ ആത്മാവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഇടയാകട്ടെ. അടുത്തതാണ് ദൈവിക സാന്നിധ്യത്തിലുള്ള ഒരു സന്തോഷം. ഇല്ലയോ? കർത്താവിൻ്റെ സന്നിധിയിൽ ഞായറാഴ്ച ആരാധനയ്ക്ക് കടന്നു വരുവാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ തന്നെ വലിയ സന്തോഷമാണ്. ദൈവത്തെ ആരാധിക്കുവാനുള്ളൊരു സന്തോഷം. 16-ാം സങ്കീർത്തനം അതിൻ്റെ 11-ാമത്തെ വാക്യം, ജീവന്റെ വഴി എനിക്ക് കാണിച്ചു തരും, നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിന്റെ വലത്തുഭാഗത്തെന്നും. ആമേൻ. ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും. എവിടുന്നാ കാണിച്ചു തരുന്നത്? പ്രൈസ് ഹല്ലേലൂയ. ദൈവിക സാന്നിധ്യത്തിലുള്ള സന്തോഷം അനുഭവിക്കുമ്പോൾ പ്രൈസ് ഹല്ലേലൂയ വചനം പറയുന്നത് ജീവന്റെ വഴി. അത് നിത്യജീവനുമാകും, ഭൗതികമാകുന്ന ജീവനുമാകും. ഈ ലോകത്തിലുള്ള ഒരു ജീവനം നമുക്കുണ്ട് ഇല്ലേ? ദൈവം ആക്കി വെച്ചിരിക്കുന്ന ഒരു ആയുഷ്കാലം. അത് ബുദ്ധിമുട്ടിയും ഭാരപ്പെട്ടും ഇഴഞ്ഞും ഒക്കെ ഒന്നും പോകുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. കാരണം കർത്താവ് വലിയ സമ്പന്നനാ, ഇല്ലയോ? നമ്മുടെ ദൈവം ഭയങ്കര സമ്പന്നനാ. അവൻ്റെ സമ്പത്തിനെ കുറിച്ചൊന്നും ആർക്കും പറയുവാൻ പറ്റത്തില്ല. അവൻ ഉറക്കത്തിൽ കൊടുക്കുന്ന ദൈവമാണ്. അങ്ങനെയുള്ള ദൈവത്തിൻ്റെ വഴികളെ കാണിച്ചു തരുവാൻ ഇടയാകുന്നത് ദൈവിക സന്തോഷം പ്രാപിക്കുന്നവർക്കാണ്. അതായത് ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വന്ന് ദൈവവുമായിട്ടുള്ള അഭേദ്യമാകുന്ന ഒരു ബന്ധം സ്ഥാപിച്ച് ദൈവത്തിൻ്റെ സന്തോഷം അനുഭവിക്കുവാൻ കഴിയുമ്പോഴാണ് ആ വഴികളൊക്കെ കർത്താവ് നമുക്ക് കാണിച്ചു തരുവാനിടയാകുന്നത്. അടുത്തത് പ്രാർത്ഥനയിൽ കൂടിയുള്ളൊരു സന്തോഷമുണ്ട്. അപേക്ഷിപ്പീൻ, എന്നാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും വണ്ണം ഞാൻ നിങ്ങൾക്ക് നൽകും. ഇതൊരു സന്തോഷത്തിലൂടെ പ്രാപിക്കുവാൻ കഴിയുന്ന ഈ സന്തോഷം പ്രാർത്ഥനയിൽ കൂടി യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ കാണുവാൻ പറ്റും. സമയം പോയതുകൊണ്ട് ഞാൻ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ ജനമേ, പ്രൈസ് ഹല്ലേലൂയ. ഫിലിപ്പിയ ലേഖനത്തിൽ ഒരു വാക്യം കൂടെ വായിച്ചിട്ട് ഞാൻ ഇരിക്കാം. 4-ാം അധ്യായം 4-ാമത്തെ വാക്യം, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. എന്ന് വെച്ചാൽ എന്തുവാ? നഷ്ടത്തിലും ലാഭത്തിലും കഷ്ടതയിലും അല്ലെങ്കിൽ വേദനയിലും സന്തോഷത്തിലും ഒക്കെയും നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിൽ നമ്മൾ സന്തോഷിക്കുവാനിടയാക്കണം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിൽ നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ച് ഇന്ന് പകൽക്കാലം കേൾക്കപ്പെട്ട ദൈവവചനത്തിന് മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിക്കുവാനിടയാകട്ടെ. അതുകൊണ്ട് നിങ്ങൾ സന്തോഷത്തോടെ രക്ഷയുടെ ഉറവുകളിൽ നിന്നും വെള്ളം കോരും. ഏതുകൊണ്ടാ? ഇതാ എൻ്റെ ദൈവം, എൻ്റെ രക്ഷ. യഹോവയാകുന്ന യാഹ് എൻ്റെ ഗീതവും എൻ്റെ ബലവും ആയിരിക്കൊണ്ടും അവൻ എൻ്റെ രക്ഷയായി തീർന്നിരിക്കൊണ്ടും ഞാൻ ഭയപ്പെടാതെ ദൈവത്തിൽ ആശ്രയിക്കും. ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, പ്രൈസ് ഹല്ലേലൂയ, ദൈവത്തിൽ ആശ്രയം വെച്ചിരിക്കുന്ന യഹോവ എൻ്റെ ഹല്ലേലൂയ ആശ്രയവും യഹോവ എൻ്റെ ബലവും എൻ്റെ ഗീതവും എന്ന് പറയുവാൻ കഴിയുന്ന ഒരു ദൈവ പൈതലിനോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിന് പറയുവാൻ കഴിയുന്നത് നിങ്ങൾ സന്തോഷത്തോടെ രക്ഷയുടെ ഉറവുകളിൽ നിന്നും വെള്ളം കോരുവാനിടയാകും. അപ്പോൾ ഒന്ന് ദൈവത്തിൻ്റെ സന്തോഷം നൽകുന്നത് ദൈവത്തിൻ്റെ രക്ഷയിലൂടെയാണ്. ദൈവം ഒരു മനുഷ്യനെ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ, ദൈവം ഒരു മനുഷ്യനെ രക്ഷയുടെ സന്തോഷം നൽകുവാൻ ആഗ്രഹിക്കുമ്പോൾ ആദ്യമേ ചെയ്യുന്നത് പ്രൈസ് ഹല്ലേലൂയ അവൻ്റെ ജീവിതത്തിലേക്ക് പ്രൈസ് ഹല്ലേലൂയ അവൻ കടന്നു ചെല്ലുവാനിടയാകും. പ്രൈസ് ഹല്ലേലൂയ.
ദൈവത്തിൻ്റെ സന്തോഷം ഹല്ലേലൂയ ദൈവം നൽകുവാൻ ഇടയാകുമ്പോൾ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ മനുഷ്യരുടെ അവസ്ഥകളെ അവൻ അറിയുവാൻ തുടങ്ങും. ദൈവം അവരെ മനസ്സിലാക്കുവാൻ ഇടയാകും. ദൈവം അവരെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ രക്ഷയുടെ സന്തോഷം നൽകുന്നതിന് വേണ്ടി ഒരു ദൂരത്തേക്ക് ദൈവം നിന്നെ കൊണ്ടുപോകുവാൻ ഇടയാകും. ആ ദൂരമെന്ന് പറയുന്നത് ശത്രുവിന് എത്തിപ്പിടിക്കുവാൻ കഴിയാത്ത ദൂരമാണ്, അല്ലെങ്കിൽ അവൻ്റെ ബലത്തിൻ്റെ പരിധിക്കും അപ്പുറമുള്ള ഒരു ദൂരമാണ്. അവിടേക്ക് നിന്നെ കൊണ്ടെത്തിച്ച് രക്ഷയുടെ സന്തോഷം നിൻ്റെ ഉള്ളിൽ പകർന്നു നൽകി, ദൈവിക വാഗ്ദത്തങ്ങൾ നിൻ്റെ ജീവിതത്തിന്മേൽ നിറവേറ്റി, രക്ഷയുടെ സന്തോഷം ഉടിപ്പിച്ച് പ്രൈസ് സമാധാനത്തോടെ ജീവൻ്റെ ഉറവിയിൽ നിന്നും വെള്ളം കോരുവാൻ ഇടയാക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതത്തെ കർത്താവ് കൊണ്ടെത്തിക്കും. ദൈവത്തിൻ്റെ സന്തോഷം നമുക്ക് പ്രാപിക്കുവാൻ കഴിയുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൽ കൂടെയുള്ള ഒരു സന്തോഷം നമുക്ക് പ്രാപിക്കുവാൻ കഴിയുന്നുണ്ടോ? അനുസരണത്തിൽ കൂടെയുള്ള ഒരു സന്തോഷം നമുക്ക് പ്രാപിക്കുവാൻ കഴിയുന്നുണ്ടോ? പ്രൈസ് ദൈവിക സാന്നിധ്യത്തിലുള്ള ഒരു സന്തോഷം നമുക്ക് പ്രാപിക്കുവാൻ കഴിയുന്നുണ്ടോ? പ്രാർത്ഥനയിൽ കൂടി നമുക്ക് സന്തോഷിക്കുവാൻ കഴിയുന്നുണ്ടോ? നീ വർദ്ധിച്ചിട്ടില്ലാത്ത ജാതിയെ വർദ്ധിപ്പിക്കുന്നു, അവർ നിന്റെ സന്നിധിയിൽ സന്തോഷിക്കുന്ന സന്തോഷം കൊയ്ത്തുകാലത്തിലെ സന്തോഷം പോലെയും കൊള്ള പങ്കിടുമ്പോൾ ആനന്ദിക്കുന്നത് പോലെയും ആകുന്നു. സിയാവിൻ്റെ പുസ്തകത്തിലുള്ളൊരു വാക്യമാണ്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ ഉള്ളിൽ ഒരു സന്തോഷം നൽകിയാൽ ഇത് കൊയ്ത്തുകാലത്തിലെ സന്തോഷം പോലെയാണ്. കൊള്ള പങ്കിടുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദത്തെക്കാൾ അപ്പുറമായ ഒരു സന്തോഷമാണ്. ഈ സന്തോഷ പദവി പ്രാപിക്കുവാൻ കഴിഞ്ഞ ദൈവജനത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ജീവിതത്തിൽ എവിടെയെങ്കിലും വീഴ്ചകൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ നമ്മെ തന്നെ പൂർണ്ണമായും ഒന്ന് സറണ്ടർ ചെയ്തുകൊണ്ട് കർത്താവേ, ആ സന്തോഷത്തിലേക്ക് എന്നെ ഒന്ന് മടക്കി വരുത്തണമേ എന്ന്, രക്ഷയുടെ സന്തോഷം എനിക്ക് നൽകണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുവാനിടയാകുമ്പോൾ ദൈവം നിങ്ങളെ സന്ദർശിക്കുവാനും നിങ്ങളുടെ അവസ്ഥകൾ അറിയുവാനും നിങ്ങളെ മനസ്സിലാക്കുവാനും ഇടയാകുകയും ആ സന്തോഷം നിങ്ങളുടെ ഉള്ളിൽ പകരുകയും ചെയ്യുമെന്നുള്ളതിന് മാറ്റമില്ലാത്ത കാര്യമാണ്. ഈ വചനങ്ങളാൽ കർത്താവ് തൻ്റെ ജനത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ.